ഭഗവതി. പിന്നെ ഞാനിന്നിപ്പോൾ വായിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ രാമായണ പാരായണമാണ്. ഇന്നിപ്പം ശ്രീരാമാഭിഷേകാരംഭം ഇതാണ് ഞാനിപ്പം വായിക്കാൻ പോകുന്നത്. എങ്കിലോ രാജാ ദശരഥനെ കഥാ അനന്തമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകാതില്ല ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥ അഭിഷേകമത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതെങ്ങനെയെങ്കിലും എങ്കിലതുൾപ്പുവിലോർത്തു നിയോഗിക്കയും വേണം. ഈ പ്രജകൾക്കനുരാഗവങ്കലുണ്ടെപ്പോഴുമേറ്റതോർത്തു വണ്ടിയിലയോ വന്നീലമാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മൂത്തമടുത്തദിനം തന്നെ. പുണ്യമതി പുഷ്യം നല്ല നക്ഷത്രം, എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നു കണ്ടു മധു നിർണയം മനസ്സേ. എന്നാൽ അതു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ വധ സംഭരിച്ചീരണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക, ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കരിക്കുകളൊക്കെ മുഴുങ്ങവേ മന്നവനായ ദശരഥനാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുൾ ചെയ്യും വണ്ണം കല്യാണം ഒരുക്കിക്കൊടുക്ക നീ. നാളെ വേണം ഇളമയായി നാളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രനുമന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ, എന്നോട് വേണ്ടതെന്നരുൾ ചെയ്താലും മന്ദരമെന്നിയെ സംഭരിച്ചിടുവിൻ. അന്തരമെന്നിയെ സംഭരിച്ചിടുവിൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്കാ, നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മർത്തകജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ അലങ്കരിച്ചങ്കണേ ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായ ദിവ്യരത്നങ്ങളും വിചിത്രമായ സ്വർണകലശ സഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ടു വായ്ക്കെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക, മുന്നിഹചത്രം സുവർണദണ്ഡം മണിശോഭിതം, മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ, മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക ഉഷപാണികളായി സമ്പാദികേ. നർത്തകിമാരോടു വാരവധൂജനം, നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്ത്യശ്വപത്തിരതാദി മഹാബലം വസ്ത്രാദ്യാലങ്കാരോട് വന്നീരണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലിയും വേണം.
മഹോത്സവം ബാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്കാം. ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതിന് സത്വരം തേരിൽ കരേറി വസിഷ്ഠനും യശാരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ. ചെന്നുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും മതിഭക്ത്യാരൂത്തമൻ പുൽക്കലശ സ്ഥിത നിർമ്മലവാരിനാ തൃക്കാൽ കഴുകി പദാംബരതീർത്ഥവും ഉത്തമാംഗനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേ അതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുളി ചെയ്തു. പിന്നെ നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലിതിപ്പോൾ നിർവാത്മജ സ്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിരിനാൻ. സ്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥമത്ഭുതവിക്രമ ചൊന്നതു നീയടോ. നന്നായി എറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതുമിന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷകൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരിണീലി കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥ്യം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിക്കാനും മിത്തവതരിച്ചീദിന ശ്രീപദേ. ദേവകാര്യാർത്ഥ്യമതീവ ഗുഹ്യം പുനഃ ഏവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായ ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരനാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷണ ഗോചരനായ അന്ത്യാമിയായി ജഗത്തന്ത്ര വാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം കൃത്വാ നിജാതീത സംഭവനായുടൻ മർത്തൃവേഷേണ ദശരഥപുത്രനായി പ്രസ്ഥീലതേ യോഗമായാജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നതു ഞാൻ എന്നോടു ദാതാവു താനരുൾ ചെയ്കയാൽ എന്നറിഞ്ഞതത്രേ. സൂര്യാന്നയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടു സംബന്ധ ആശയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികയിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നു അപേക്ഷിക്കതുണ്ടു ഞാനിനിയും. യോഗേശാദേ മഹാമായ ഭഗവതി യോഗൈക മോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായിക. മേത്വൽ പ്രസംഗാൽ സർവമുക്തമിപ്പോളിത അപ്രവക്ത്യവും മായാരാമപുത്രജിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം. രാജീവനത്രേ വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായി
ആയുഴറി വന്നേഹം വന്നനേഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു. ഏതിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നൊരുക്കുവൻ വൈകാതെ. വന്നീടു സ്വസ്തിനു നീ എന്നരുൾ ചെയ്തു. ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി അരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്കഭിഷേകമിളമമായി വാദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊന്നു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സാ മമത്വം ബഹി പ്രാണനായകനായ ഉത്സവത്തിനു തോപ്പിട്ടു കൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലിതു നമ്മോടാരും ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രാവശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു. സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു നാനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ വിധാനേന ചൊന്നതു കേൾക്കയാൽ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു കുമാൻ സമ്മതോൽമുൾ കൊണ്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൻ. കൗസല്യയും തനയാത്ഭുത യഥാർത്ഥമായി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയേ തുണയുന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിയിടിനാൻ. ഇത്രയേ വായിക്കുന്നുള്ളൂ. ഇത്ര മാത്രമേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പം ഒരു ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൽ ഹൈപ്പും കൂടി അടിക്കണം കേട്ടോ. ഹൈപ്പും കൂടി അടിക്കണം. എനിക്ക് സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ ഭാഗമായിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ.